ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 19 മുതൽ 23 വരെ. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്തവ സഭ അതിപ്രാധാന്യത്തോടുകൂടി ആചരിക്കുന്ന ഒരു ആത്മീയ കാലയളവാണ് ആഗമനം. യേശു കർത്താവിന്റെ ജനനം മാത്രമല്ല, കർത്താവിന്റെ 2ാം വരവിനെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാലയളവാണിത്. ഈ തിരക്കുപിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരു നിമിഷമെങ്കിലും ഒന്ന് നിൽക്കുവാൻ, ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ, ദൈവത്തോട് ഒന്ന് അടുത്തു വരുവാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഇത്. ഇന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഹിസ് അറൈവൽ ഈസ് ടു റിവീൽ അവർ പോസിബിലിറ്റീസ്. കർത്താവിന്റെ ആഗമനം നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയുവാനുള്ള ഒരു കാലയളവാണ് എന്നുള്ളതാണ്. ഇതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1 എന്നിങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. ഈ വേദഭാഗത്ത് ഒരു യജമാനൻ തന്റെ യാത്രയ്ക്കായി പുറപ്പെടും മുൻപ് തന്റെ സമ്പാദ്യങ്ങളെ തന്റെ ദാസന്മാർക്ക് വീതം വെച്ച് നൽകുന്നതാണ് കഥാപശ്ചാത്തലം. അതിൽ ഒരാൾക്ക് 5 താലന്തും, ഒരാൾക്ക് 2 താലന്തും, ഒരാൾക്ക് 1 താലന്തും എന്നിങ്ങനെയാണ് അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് വീതം വെച്ച് നൽകുന്നത്. എന്നാൽ ഏറെ കാലങ്ങൾക്ക് ശേഷം ഈ യജമാനൻ മടങ്ങി വരുമ്പോൾ തന്റെ ഈ ദാസന്മാരെ വിളിച്ച് ലഭ്യമായ താലന്തുകൾ എന്തു ചെയ്തു എന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം 2 താലന്ത് ലഭിച്ചവനും 5 താലന്ത് ലഭിച്ചവനും അത് ഇരട്ടിയാക്കി യജമാനന്റെ പക്കൽ കടന്നു വരുന്നു. ആയതിനാൽ നല്ലത്, വിശ്വസ്തനായ ദാസനെ എന്നുള്ള യജമാനന്റെ പേർവിളിക്ക് യോഗ്യരായി അവർ മാറുകയും ചെയ്യുന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചവനെ യജമാനൻ അടുക്കെ വിളിക്കുമ്പോൾ അവനത് കുഴിച്ചിടുകയാണ് ചെയ്തത് എന്ന് യജമാനനോട് പറയുന്നു. ആയതുകൊണ്ട് തന്നെ യജമാനന്റെ നിത്യമായ സന്തോഷത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെടുന്നതായും നമുക്ക് കാണാം. നാം കേട്ടു പരിചയമുള്ള ഈ കഥയിൽ എപ്പോഴും 2 താലന്ത് ലഭ്യമായവനും 5 താലന്ത് ലഭ്യമായവനുമാണ് ഏറ്റവും മികച്ച ഒരു പ്രവൃത്തിയെ കാഴ്ചവെച്ചത്. എന്തുകൊണ്ടാണ് ഈ 1 താലന്ത് ലഭിച്ചവന് അപ്രകാരം ചെയ്യേണ്ടി വന്നത്? എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാരണം? അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആകുലതകൾ ഉണ്ടാവാം. അദ്ദേഹത്തിന് ലഭ്യമായ ഈ 1 താലന്ത് എന്ന് പറയുന്നത് ഏകദേശം അവരുടെ 2-3 വർഷത്തെ ഒരുമിച്ചുള്ള ശമ്പള തുകയാണ്. ഈ ഇത്രയും വലിയൊരു തുക എപ്രകാരം കൈകാര്യം ചെയ്യുമെന്നുള്ള ആകുലതയാകാം ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇത് തന്റെ പക്കൽ നിന്ന് കൈമോശം വന്നുപോയാൽ യജമാനനോട് എന്തു പറയും, സമൂഹം തന്നെ പറ്റി എന്ത് വിചാരിക്കും, കുടുംബം തന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇങ്ങനെ ഒരുപാട് ആകുലതകൾ ഒരുപക്ഷെ ആ മനുഷ്യനെ അലട്ടിയിരിക്കാം. അതുപോലെ തന്നെ ആ മനുഷ്യനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ചില തെറ്റുകളുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം അത് ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകൾ മുൻപിലുണ്ടായിരുന്നു, ഒരുപാട് ആവശ്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് മുൻപിൽ ഒരുപാട് സാധ്യതകൾ ഇരട്ടിപ്പിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം അതേപറ്റി ഒന്നും ചിന്തിച്ചില്ല. അത് സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുൻപിലുള്ള ഏക ആവശ്യം. ആയതിനാൽ അതിന്റെ സാധ്യതകളെ പറ്റി ഒന്നും ചിന്തിക്കാതെ തനിക്ക് ലഭ്യമായതിനെ ഒളിപ്പിച്ചു വെക്കുവാൻ ശ്രമിച്ച ഒരുവനായിട്ടാണ് അദ്ദേഹത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ആ യജമാനൻ കടന്നു വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരുപാട് ന്യായീകരണങ്ങൾ യജമാനന്റെ മുന്നിലേക്ക് നിരത്തുന്നതായി നമുക്ക് കാണാം. അവന്റെ പ്രവൃത്തിയെ പല രീതിയിലും അവൻ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അതൊന്നും യജമാനന്റെ മുന്നിൽ വില പോകുന്നില്ല. ഇന്ന് ഈ ആഗമന കാലയളവിൽ നാം ചിന്തിക്കേണ്ടത്, നാം ഒരുപക്ഷെ 2 താലന്തും 5 താലന്തും ലഭിച്ചവരൊക്കെയാവാം. നമുക്ക് ലഭ്യമായ താലന്തുകളെ ഇരട്ടിപ്പിച്ചവരാകാം. അങ്ങനെയാണെങ്കിൽ ഈ ആഗമന കാലയളവിൽ നമ്മുടെ സഹജീവികളെ ഒന്ന് പരിഗണിക്കുവാൻ, താലന്ത് ലഭ്യമായിട്ടും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാത്തവരാണ് അവരെങ്കിൽ അതിനായി അവരെ ഒന്ന് പ്രാപ്തിപ്പെടുത്തുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് 1 താലന്ത് ലഭിച്ചവനാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെതായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവാം. നമ്മുടെ ചുറ്റുപാടുള്ളവർ എന്തു പറയും, അതല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലേക്ക് നമ്മുടെ താലന്തുകളെ പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതുമെന്നുള്ള ഒരുപാട് ആശങ്കകൾ നമുക്ക് മുന്നിലുണ്ടാവാം. അതിനെയൊക്കെ മാറ്റിവെക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ സാധിക്കണം. യേശുകർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശുകർത്താവ് എല്ലാം തികഞ്ഞവരെ ഒന്നും ആയിരുന്നില്ല തന്നോടൊപ്പം കൂട്ടിയിരുന്നത്. തടിച്ച നാവുള്ളവനും വിക്കനുമായ മോശയിൽ ഒരു നേതാവിനെ കണ്ട കർത്താവാണ്. അതുപോലെ ആട്ടിടയനായ ദാവീദിൽ ഒരു രാജാവിനെ കണ്ട കർത്താവാണ്. സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗം ജനതയിൽ അവിടെ നിന്ന് തന്റെ സന്തത സഹചാരികളായിട്ട് 12 പേരെ കൂട്ടിയവനാണ് കർത്താവ്. അതുകൊണ്ട് ഈ കാലയളവിൽ നമുക്ക് ലഭ്യമായ താലന്തുകൾ എന്തുതന്നെ ആയിരുന്നാലും ആകുലതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവയെപ്പറ്റി ചിന്തിക്കാതെ അത് ദൈവത്തിനു വേണ്ടി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നാം തയ്യാറായാൽ അതിനെ പരിപോഷിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു കർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ആശങ്കകൾ ഏറെ ഉണ്ടാവാം. അതുകൊണ്ട് ഈ ആശങ്കകളെയും ആകുലതകളെയും വിശ്വാസത്താൽ മറികടക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ പ്രാപ്തിപ്പെടുത്താം. ആയതിനാൽ ഈ ആഗമനകാലം നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയുന്ന ഒരു നവീകരണത്തിനുള്ള ഒരു കാലമായി മാറട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ പ്രാപ്തിപ്പെടുത്താം. ഈ ആഗമന കാലയളവിൽ നമ്മുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപരനൊരു കൈത്താങ്ങാകുവാൻ, ലഭ്യമായ താലന്തുകളെ പരിപോഷിപ്പിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ മനോഹരമായ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പ. അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ താലന്തുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലഭ്യമായ താലന്തുകളെ ഇരട്ടിപ്പിക്കുവാനും കർത്താവെ അനേകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് ലഭ്യമായ താലന്തുകൾ വിനിയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ കർത്താവെ അത് വിശ്വാസത്താൽ തരണം ചെയ്യുവാനും ഈ ഭൂമിയിൽ ലഭ്യമായതിനെ സന്തോഷത്തോടുകൂടി ഉപയോഗിക്കുവാൻ, ഞങ്ങളുടെ സാധ്യതകളെ തിരിച്ചറിയുവാൻ ഈ ആഗമന കാലയളവിൽ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം ദൈവകരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ കാലയളവ് ഒരു നവീകരണത്തിന്റെ കാലമായി അവിടുന്ന് മാറ്റണം. കേട്ട വചനത്തിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ചോദിച്ചുള്ള നന്മകളാൽ നിറയ്ക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.